എന്തുകൊണ്ടാണ് എബ്രോഡിൽ MBBSന് അവസരങ്ങൾ കൂടുന്നത്? എന്തുകൊണ്ടാണ് ഇന്ത്യൻ സ്റ്റുഡൻസ് MBBSനായി എബ്രോഡ് ചൂസ് ചെയ്യുന്നത്? യൂറോപ്പിലും ഷെങ്കൻ കൺട്രീസിലും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലുമായി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഓരോ വർഷവും MBBS പഠിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യുന്നത്. എന്നാൽ US-ലും UK-ലും പഠിക്കുന്ന കുട്ടികൾക്കല്ലാതെ മറ്റ് വിദേശ രാജ്യങ്ങളിൽ MBBS പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ട രീതിയിൽ ഇന്ത്യയിൽ പരിഗണന ലഭിക്കുന്നുണ്ടോ എന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഇന്ത്യയിൽ ആകെ മൊത്തം 454 ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലായി 63,000-ൽ പരം മെഡിക്കൽ സീറ്റുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇന്ത്യയുടെ ആകെ മൊത്തം കണക്കെടുക്കുകയാണെങ്കിൽ 824 മെഡിക്കൽ കോളേജുകളിലായി 1,29,000-ൽ പരം മെഡിക്കൽ സീറ്റുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. 148 കോടി ജനങ്ങളുള്ള ഇന്ത്യ. ഈ ഇന്ത്യയിൽ ഓരോ വർഷവും മെഡിക്കൽ MBBS പാസ്സായി ഇറങ്ങുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് 1,29,000 മാത്രമാണ്. ഇനി ഇന്ത്യയിൽ MBBSന് അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ട എലിജിബിലിറ്റി എന്ന് പറയുന്നത് നീറ്റ് എക്സാം ആണ്. നീറ്റ് എക്സാമിന് ഈ വർഷം, അതായത് 2026-ൽ അപ്പിയർ ചെയ്തുള്ള സ്റ്റുഡൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം 23 ലക്ഷം സ്റ്റുഡൻസിനടുത്ത് വരും. 23 ലക്ഷത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ 1,29,000-ൽ പരം സീറ്റുകളെ മൈനസ് ചെയ്താൽ 21 ലക്ഷത്തിനടുത്ത് വിദ്യാർത്ഥികൾ അപ്പോഴും സീറ്റില്ലാതെ പരിഗണനയ്ക്ക് പുറത്താണ്. ഇന്ത്യൻ MBBSന്റെ പരിഗണനയുടെ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ഈ 21 ലക്ഷം കുട്ടികൾ അവരുടെ സ്വപ്നങ്ങൾ എന്ത് ചെയ്യും? അവിടെയാണ് എബ്രോഡ് MBBSന്റെ സാധ്യത. പല സാഹചര്യങ്ങളാൽ അവരുടെ സ്വപ്നങ്ങളിൽ നിന്നും പിൻവാങ്ങേണ്ടി വന്ന സ്റ്റുഡൻസിനെ ഒഴികെ അഫോർഡബിൾ ചെയ്യാനാകുന്ന എല്ലാ പാരൻസും സ്റ്റുഡൻസും തിരഞ്ഞെടുക്കുന്ന ഒരു വഴിയാണ് എബ്രോഡിലെ MBBS എന്നുള്ളത്. എബ്രോഡിൽ MBBS പഠിക്കുക എന്ന് പറയുന്നതിനെ നമ്മൾ ചെറുതായി കാണേണ്ട കാര്യമൊന്നുമില്ല. സാഹചര്യങ്ങൾ കൊണ്ട് പിന്മാറേണ്ടി വരുന്നു എന്നതൊഴിച്ചാൽ ഡോക്ടർ ആവണം എന്ന് അത്രമേൽ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളും അവരുടെ പാരൻസിനും ചൂസ് ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് എബ്രോഡിലെ MBBS എന്നുള്ളത്. ഇന്ത്യയിലെ MBBSനോളം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എബ്രോഡ് MBBSും. ഇന്ത്യയിൽ MBBSനെ കമ്പയർ ചെയ്ത് എബ്രോഡ് MBBSനെ വില കുറച്ച് കണ്ടായിട്ടുള്ള ആവശ്യങ്ങളൊന്നുമില്ല. എബ്രോഡിൽ MBBS പഠിക്കുന്ന ഏതൊരു സ്റ്റുഡൻസിനും ഇന്ത്യയുടെ ഈക്വൽ ക്വാളിറ്റി എക്സാം എഴുതി കഴിഞ്ഞാൽ, അതായത് FMG എക്സാം എഴുതി കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഈക്വൽ ക്വാളിറ്റി ലഭിക്കാവുന്നതേ ഉള്ളൂ. ഇന്ത്യയിൽ ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ 50 ലക്ഷം മുതൽ 2 കോടി വരെ ചെലവാക്കി MBBS പഠിക്കാൻ ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് ഇന്ത്യയുടെ അതേ ക്വാളിറ്റിയിൽ ഇന്ത്യയേക്കാൾ കുറഞ്ഞ ചെലവിൽ മികച്ച MBBS എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസും കൺട്രീസും ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ അവസരത്തിൽ ഒരുപാട് പേർ ചോദിക്കുന്ന ചോദ്യമാണ് MBBSന് വിദേശത്ത് ക്വാളിറ്റി ഉണ്ടാകുമോ എന്നുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയുടെ അതേ സിലബസ് ഫോളോ ചെയ്യുന്ന, ഇന്ത്യയുടെ ഈക്വലൻസി ഉള്ള, കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് രാജ്യങ്ങൾ ഇന്ത്യക്ക് പുറത്തുണ്ട്. ഇത്തരത്തിൽ ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളും രാജ്യങ്ങളും സെർച്ച് ചെയ്യുന്നവർക്കുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ജോർജിയ. ജോർജിയൻ അമേരിക്കൻ യൂണിവേഴ്സിറ്റി, തിബ്ലിസി സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ തുടങ്ങിയ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ച ഒരുപാട് MBBS സ്റ്റുഡൻസ് FMG എക്സാം ക്ലിയർ ചെയ്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ യൂണിവേഴ്സിറ്റികളിലൊന്നും MBBS പഠിക്കാൻ നിങ്ങൾ ഇന്ത്യയിൽ ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ ചെലവാക്കുന്നതിൻ്റെ പകുതി പോലും വരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇത്തരത്തിൽ എബ്രോഡ് MBBSനായി ഒരു മികച്ച യൂണിവേഴ്സിറ്റിയോ കൺട്രിയോ അന്വേഷിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഫ്രീ ഗൈഡൻസിനും ഫ്രീ അക്കാഡമിക് കൗൺസിലിങ്ങിനുമായി എയിംബ്രിഡ്ജ് എഡ്യൂക്കേഷനെ ബന്ധപ്പെടാവുന്നതാണ്.